ഗൈസ്, അങ്ങനെ ഇന്ത്യൻ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. അതും ജൂൺ 21-നായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജൂൺ 28-ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ജൂലൈ 28-ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 30-ആണ്. എന്ന് വെച്ചാൽ 2 ദിവസം നമുക്ക് കൂടുതൽ തന്നിട്ടുണ്ട്. ഗൈസ്, അതുപോലെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ 2 പോസ്റ്റ് ഉണ്ട്. ഒന്ന് ടെക്നിക്കൽ ഗ്രേഡ് 1 സിഗ്നൽ ലെവൽ 5 29,200 B1 18 to 33 ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 153 പോസ്റ്റ് അവൈലബിൾ. ടെക്നിക്കൽ ഗ്രേഡ് 3 ലെവൽ 2 19,900 18 to 30 ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 6,055 പോസ്റ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ടോട്ടൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6,238 പോസ്റ്റ് ഉണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. ഇത് നമ്മുടെ ഫിസിക്കലാണ്. വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, നമുക്കിവിടെ കാണാം ഏജ് റിലാക്സേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഗ്രേഡ് 1 സിഗ്നലിന് 18 to 33. അതുപോലെ തന്നെ ടെക്നിക്കൽ ഗ്രേഡ് 3 18 to 30. അതുപോലെ തന്നെ ഇവിടെ താഴെ കാണാം SC/STക്ക് 5 വർഷത്തെ ഇളവും OBCക്ക് 3 വർഷത്തെ ഇളവും. പിന്നെ ഇവിടെ വേറെയും കുറേ ഇളവുകളുണ്ട്. ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഫീസുണ്ട്. എന്ന് പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിന് 500 രൂപയും അതിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ തിരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 250 രൂപ SC/ST എക്സ് സർവീസ്മെൻ എക്സെട്രാസിന് അതിൽ 250 രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണ്. ഫസ്റ്റ് എക്സാം എഴുതിയാൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. ഗൈസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇവിടെ ടെക്നിക്കൽ ഗ്രേഡ് 1 സിഗ്നലിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് എന്ന് വെച്ചാൽ സയൻസ് സ്ട്രീമിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇൻ 3 year എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഡിപ്ലോമ ഉണ്ടാവണം 3 year എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി. ഇനി ടെക്നിക്കൽ ഗ്രേഡ് 3 ടെക് മെക്കാനിക് SSLC പ്ലസ് ITI വേണം. ITIയിൽ ഏതൊക്കെ വേണമെന്ന് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. ഇതിവിടെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്ത് വേണമെങ്കിൽ നോക്കാവുന്നതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓരോ സോണിൽ എത്ര പോസ്റ്റുകൾ ഒഴിവുണ്ട് എന്ന് പറയുന്നതാണ്. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ.